ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് മാത്രമേ അബ്രോഡ് MBBS എടുക്കാവൂ. നിങ്ങൾക്ക് ഡോക്ടർ ആവണം, നിങ്ങൾ ഡോക്ടറായിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾ അബ്രോഡ് MBBSന് ഓപ്റ്റ് ചെയ്യാവൂ. എന്നാലും നിങ്ങൾക്ക് മുന്നിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. നീറ്റ് എക്സാമിൽ നിങ്ങൾക്ക് ഒരു 400 ടു എബോവ് മാർക്സ് മേടിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പ്രൈവറ്റ് കോളേജിൽ കിട്ടും, അതല്ല 500 മാർക്കിൽ എബോവ് മേടിക്കണമെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിലോ അതല്ലെങ്കിൽ സ്റ്റേറ്റ് കോട്ടയിലോ നമുക്ക് കുറഞ്ഞ ഫീസിൽ, വളരെ കുറഞ്ഞ ഫീസിൽ നമുക്ക് കിട്ടും. അതല്ല നമ്മുടെ മാർക്ക് 400 എബോവ് ആണ്, 350 എബോവ് ആണെങ്കിലൊക്കെ സ്റ്റേറ്റ് കോട്ടയിൽ കിട്ടും. അതേപോലെ തന്നെ സ്റ്റേറ്റിലുള്ള പ്രൈവറ്റ് കോളേജിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ കോളേജസ് ഉണ്ട്, തമിഴ്നാട്ടിൽ കോളേജസ് ഉണ്ട്, അതേപോലെ തന്നെ കർണാടകയിലെല്ലാം സ്റ്റേറ്റ് കോട്ടയിലുള്ള ഒരുപാട് പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. ഈ സ്റ്റേറ്റ് കോട്ടയിലുള്ള കോളേജസിലോട്ട് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ള ഫീസിൽ നമുക്ക് ഒരു 8 lakhs എബോവ് ഫീസ് വരും, 10 lakhs എബോവ് ഫീസ് വരുന്ന കോളേജസ് ഉണ്ട്, 12 lakhs എബോവ് വരുന്ന ഫീസ് വരുന്ന കോളേജസ് ഉണ്ട്. ഇവിടെ എല്ലാം നമുക്ക് MBBSന് പോകാവുന്നതാണ്. അത്രയും മാർക്ക് ഇല്ല, നമുക്കൊരു 350 ബിലോ ആണ് മാർക്കെങ്കിൽ നമുക്ക് ഇന്ത്യയിലുടനീളമുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റീസിൽ MBBSന് പോകാൻ കഴിയും. പക്ഷെ ഫീസ് വരുമ്പോൾ 18 lakhs എബോവ് പെർ ഇയർ ഫീസ് വരും. ഫുഡ്, അക്കോമഡേഷൻ, ഹോസ്റ്റൽ ഉൾപ്പെടെ ഈ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് അറൌണ്ട് 1 CR ഫീസ് വരും 5 വർഷം പഠിച്ചാൽ. അപ്പോൾ ഈ 3 ഓപ്ഷനും നമുക്ക് കഴിയണില്ല എങ്കിൽ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അബ്രോഡ് MBBS ഒരു ഓപ്ഷൻ ആയിട്ട് എടുക്കാവൂ. ഇങ്ങനെ അബ്രോഡ് പോവുകയാണെങ്കിൽ നമ്മൾ NMC ഗൈഡ് ലൈൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിലോട്ട് മാത്രമേ നമ്മൾ MBBSന് പോകാവൂ. എന്നാൽ മാത്രമേ നമുക്ക് തിരികെ ഇന്ത്യയിൽ വന്നിട്ട് FMG എക്സാം ക്ലിയർ ചെയ്തതിനു ശേഷം ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുള്ളൂ.